മുംബൈ ഇന്ത്യൻസിൻ്റെ അടുത്തൊരു മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് മുംബൈയും ലക്നൌവുമാണ് നേർക്കുനേർ വരുന്നത്. രണ്ട് ടീമിനും ഇന്നത്തെ മാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് മുംബൈ കളി തോറ്റാൽ അവർ IPL നിന്ന് പുറത്താണ്. അതുകൊണ്ട് രോഹിത് ശർമ്മ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ലക്നൗ ടീമിനും ഇന്നത്തെ മാച്ച് ജയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ലക്നൗ മുംബൈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി ലക്നൗ ടീമിനെ പരിഗണിച്ചാൽ അവരുടെ ഓപ്പണേഴ്സാണ് ഫ്ലോപ്പ് ആവുന്നത്. ഡീകോക്കിന് ഫോം ആകാൻ സാധിക്കുന്നില്ല. അതുപോലെ ബൗളിങ്ങും മോശമാണ്. ഇന്നത്തെ മാച്ചിൽ ഒരു 200+ റൺസ് സ്കോർ ചെയ്താൽ ഉറപ്പായിട്ടും ലക്നൗ ടീമിന് ജയിക്കാൻ സാധിക്കും. സ്റ്റോയിനിസ് വീണ്ടും ഫോമിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിനുള്ള ലക്നൗ ടീമിൻ്റെ പ്ലേയിങ് 11 നോക്കാം. ഡീകോക്ക്, രാഹുൽ, മാർക്കസ് സ്റ്റോയിനസ്, ദീപക് ഹൂഡ, നിക്കോളസ് പൂരൻ, ആയുഷ് ബദോനി, കൃണാൽ പാണ്ഡ്യ, ഹെൻറി, രവി ബിഷ്ണോയ്, മോഹനിസ് ഖാൻ, യാസ് താക്കൂർ. ഇനി മുംബൈ ടീമിനെ പരിഗണിച്ചാൽ ഇന്നത്തെ മാച്ച് മുംബൈയെ സംബന്ധിച്ച് ഡു ഓർ ഡൈ മാച്ചാണ്. കളി തോറ്റാൽ IPL നിന്ന് പുറത്താണ്. പിന്നെ അവർക്ക് 16 പോയിന്റ് നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് വിജയത്തിൽ കുറവൊന്നും ഇന്ന് മുംബൈ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. മുംബൈയുടെ ഓപ്പണിംഗ് ഇപ്പോൾ ഫ്ലോപ്പാണ്. രോഹിത് ശർമ്മയും ഇഷാനും ഫോമായാൽ ഇന്ന് മുംബൈക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. സൂര്യകുമാർ പഴയതുപോലെ തന്നെ ഫോമാകണം. അതുപോലെ ഹാർദിക് പാണ്ഡ്യയും അടിച്ചു കളിക്കണം. ഇല്ലെങ്കിൽ നല്ലൊരു ടാർഗറ്റ് നേടാൻ സാധിക്കില്ല. തിലക് വർമ്മ ഓൾറെഡി ഫോമിലാണ്. അതുകൊണ്ട് പേടിക്കാനില്ല. ജസ്പ്രീത് ബുംറ നന്നായിട്ട് ബൗളിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിനുള്ള മുംബൈ ടീമിൻ്റെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, ഇഷാൻ, സൂര്യകുമാർ, തിലക്, ഹാർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ്, നബി, പീയൂഷ് ചൗള, ലൂക്ക് വുഡ്, ജസ്പ്രീത് ബുംറ, തുഷാര. ഇന്ന് നമുക്ക് ഒരു ഹൈ സ്കോറിംഗ് മത്സരം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് മുംബൈ ടീമിൻ്റെ ഭാഗത്തു നിന്ന്. അവരിന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്താൽ 250 റൺസ് അടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.